നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയ സംഭവമായിരുന്നു ഐഷ പോറ്റിയുടെ കൂടുമാറൽ. വർഷങ്ങളായി കൊട്ടാരക്കര MLA ആയിരുന്ന ഐഷ പോറ്റി CPMലെ പ്രശ്നങ്ങളെ തുടർന്നാണ് കൂടുമാറി കോൺഗ്രസിലെത്തിയത്. R ബാലകൃഷ്ണപിള്ളയെ കൊട്ടാരക്കരയെന്ന സ്വന്തം തട്ടകത്തിൽ അട്ടിമറിച്ച് കൊട്ടാരക്കര സീറ്റ് ഇടതുമുന്നണിയുടേതാക്കി മാറ്റിയ ഐഷ പോറ്റിയുടെ കൂടുമാറ്റം CPMനെയും ഇടതുമുന്നണിയെയും തിരഞ്ഞെടുപ്പ് സമയത്ത് ഞെട്ടിച്ചിരുന്നു. UDF ആണെങ്കിൽ കൊട്ടാരക്കരയിൽ തന്നെ ഐഷ പോറ്റിക്ക് സീറ്റ് കൊടുക്കുകയും ചെയ്തു. എന്നാൽ UDF കണക്കുകൂട്ടുകൾ തെറ്റിച്ച് ഐഷ പോറ്റി 1000-ലേറെ വോട്ടുകൾക്ക് KN ബാലഗോപാലിനോട് പരാജയമടയുകയാണ് ഉണ്ടായത്. ഭരണവിരുദ്ധ വികാരത്തിൽ കണ്ണൂർ ഉൾപ്പെടെയുള്ള ഇടതു കോട്ടകളെല്ലാം നിലം പറ്റിയപ്പോൾ കൊട്ടാരക്കരയിലെ തോൽവി UDFനും കോൺഗ്രസിനും അംഗീകരിക്കാൻ കഴിയാത്തതായിരുന്നു. ഐഷ പോറ്റിയെ പിന്നിൽ നിന്നും കോൺഗ്രസുകാർ തന്നെ കുത്തി എന്ന നിഗമനമാണ് ഇപ്പോൾ ശക്തമാകുന്നത്. ഐഷ പോറ്റിയുടെ തോൽവിയുമായി ബന്ധപ്പെട്ട് കൊല്ലം DCC ഇപ്പോൾ നടപടികൾ തുടങ്ങിയിരിക്കുകയാണ്. ഐഷ പോറ്റിയെ കോൺഗ്രസിലെ ഒരു വിഭാഗം കാലുവാരിയെന്ന തോന്നലാണ് ഇപ്പോൾ ശക്തമാവുന്നത്. പ്രതീക്ഷിച്ച വോട്ടിൽ ഗണ്യമായ കുറവുണ്ടായി. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ കോൺഗ്രസുകാർ വേണ്ടത്ര ആത്മാർത്ഥത കാട്ടിയില്ലെന്നും കണ്ടെത്തി. തോൽവിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ DCC ജനറൽ സെക്രട്ടറിയായ ബ്രിജേഷ് എബ്രഹാമിനെ കാരണം കാണിക്കൽ നോട്ടീസും നൽകിയിട്ടുണ്ട്. ബ്രിജേഷ് എബ്രഹാം പ്രചാരണത്തിൽ നിന്നു മാറി നിന്നുവെന്നാണ് കോൺഗ്രസ് കണ്ടെത്തൽ. ബാലഗോപാലുമായി ബ്രിജേഷ് ബന്ധപ്പെട്ടിരുന്നുവെന്നും കോൺഗ്രസ് കണ്ടെത്തിയിട്ടുണ്ട്. നെടുവത്തൂർ, ഏഴുകോൺ മണ്ഡലം കമ്മിറ്റികൾ കോൺഗ്രസ് പിരിച്ചുവിട്ടിട്ടുമുണ്ട്. ഏഴുകോണിൽ 760 വോട്ടിനും നെടുവത്തൂരിൽ 610 വോട്ടിനും ഐഷ പോറ്റി പിന്നിലായി. ഈ വോട്ടുകൾ ലഭിച്ചിരുന്നെങ്കിൽ വിജയം ഉറപ്പാക്കാൻ കഴിയുമായിരുന്നെന്നാണ് വിലയിരുത്തൽ. രണ്ടിടത്തും കോൺഗ്രസിന് ഭൂരിപക്ഷം ലഭിക്കേണ്ടിയിരുന്നതാണ്. നടപടിക്കെതിരെ പ്രതികരണവുമായി ബ്രിജേഷ് രംഗത്തെത്തിയിട്ടുമുണ്ട്. എന്തായാലും ഐഷ പോറ്റിയുടെ തോൽവി കോൺഗ്രസിൽ പുകയുക തന്നെയാണ്. ഇനിയും തലകൾ തെറിക്കുമോ എന്നാണ് അറിയാനുള്ളത്.